മഴ, മണ്ണ്, മനുഷ്യൻ. അതിജീവനത്തിന്റെ പുസ്തകം. വെള്ളപ്പൊക്കത്തോടനുബന്ധിച്ച് ഒരുപാട് പേർക്കുണ്ടായ അനുഭവങ്ങൾ ലേഖനങ്ങളായിട്ട് എഴുതിയത് കൂട്ടിയോജിപ്പിച്ച് ഒരു പുസ്തകമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരു പുതിയ നോവൽ ഇതാ അവതരിപ്പിക്കുന്നു. മുതിർന്നവർക്കും ഇത് വായിക്കണം, കാരണം ഇതൊരു പുതിയ സംരംഭമാണ്. പറയപ്പെട്ട പന്തിരുകളും ഒരു മിത്താണ്. ജാതികളും ഉപജാതികളും തങ്ങളുടെ എസ്.കെ. പൊറ്റക്കാട് എഴുതിയ കാപ്പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകമാണ് ഞാനിവിടെ വായിക്കുന്നത്. ആഫ്രിക്കയുടെ മണ്ണിൽ. ബോംബെയിൽ നിന്ന് സമുദ്രം വഴിയായി 2500 നാഴിക സഞ്ചരിച്ച് 10ാം ദിവസം പ്രഭാതത്തിൽ ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കൻ പടിവാതിലെന്ന് പറയപ്പെടുന്ന മൊംബാസ തുറമുഖം സ്പർശിച്ച ഞങ്ങളുടെ കപ്പലിൽ മലബാറിന്റെ ചരിത്രം തിരുത്തിയ 2 സംഭവങ്ങളാണ് പടയോട്ടവും മലബാർ കലാപവും. രണ്ടും എന്റെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടമാണ് എന്റെ പൂർവികരെ കോട്ടയ്ക്കിലെത്തിച്ചത്. കലാപം നടന്ന വർഷമാണ് 1921 ഞാൻ ജനിച്ചത്. പഴയ കോട്ടയ്ക്കലിനെ പറ്റി കേട്ടറിയേ നമുക്കുള്ളൂ. നായാടികളും ആണരും ചാലിയരും ഒക്കെയായിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ചാലിയ തെരുവ്